പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിമുഖം സംപ്രേഷണം ചെയ്യുന്നതിന് തടയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രധാനമന്ത്രിയും ബിൽഗേറ്റ്സും തമ്മിലുള്ള അഭിമുഖം സംപ്രേഷണം ചെയ്യുന്നതിന് പ്രസാർ ഭാരതിക്ക് അനുമതി നൽകിയില്ല. നീക്കം പെരുമാറ്റച്ചട്ട ലംഘനമാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസാർ ഭാരതിയെ അനൌദ്യോഗികമായി അറിയിച്ചു. നേരത്തെ അനുമതി തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇമെയിൽ അയച്ചിരുന്നുവെങ്കിലും അനുമതി ലഭിച്ചിരുന്നില്ല. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, പറയൂ വിവരങ്ങൾ. കഴിഞ്ഞ ആഴ്ച കേരള സ്റ്റോറി ദൂരദർശൻ പ്രദർശിപ്പിച്ചിരുന്നു. അതിനോടൊപ്പം തന്നെയാണ് ഇങ്ങനെ 45 മിനിറ്റ് നീണ്ടിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അതുപോലെ തന്നെ ബിൽഗേറ്റ്സും തമ്മിലുള്ള ഒരു സംഭാഷണം, അഭിമുഖം, അത് പ്രദർശിപ്പിക്കാൻ വേണ്ടി, അത് എയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അനുമതി തേടി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രസാർ ഭാരതി സമീപിക്കുന്നത് ഒരു മെയിൽ അയച്ചിരുന്നു. പക്ഷേ ഔദ്യോഗികമായി ഒരു അറിയിപ്പും ഒരു അനുമതിയും ലഭിച്ചിരുന്നില്ല. പിന്നാലെ തന്നെ ഇത് തൽക്കാലം സംപ്രേഷണം ചെയ്യേണ്ട എന്നുള്ള കാര്യം അനൗദ്യോഗികമായി തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസാർ ഭാരതിയെ അറിയിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ശ്രമം ഉപേക്ഷിച്ചിട്ടുണ്ട് ദൂരദർശൻ നിലവിൽ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമായി അറിയുന്നത്. പ്രധാനമായിട്ടും ഈ തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയർത്തിക്കാട്ടി, അതായത് മറ്റ് പാർട്ടികൾക്കിടയിൽ ഈ ഒരു പ്രൊമോഷൻ പരിപാടി പോലെയാവും, അല്ലെങ്കിൽ ഒരു ലെവൽ പ്ലേയിങ് ഒരു ഫീൽഡിന് എതിരെയുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് മാറും എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ തൽക്കാലം പ്രദർശിപ്പിക്കേണ്ട അല്ലെങ്കിൽ സംപ്രേഷണം ചെയ്യേണ്ട എന്നുള്ള കാര്യം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ 45 മിനിറ്റ് ഇന്റർവ്യൂവിൻ്റെ ചില ഭാഗങ്ങൾ നേരത്തെ തന്നെ ദൂരദർശനും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ റേഡിയോയും ആകാശവാണിയും സംപ്രേഷണം ചെയ്തിരുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഈ പൂർണ്ണ ഭാഗം മറ്റ് ചില ചാനലുകൾ, പ്രധാനമായിട്ടും പ്രൈവറ്റ് ചാനലുകളടക്കം എയർ ചെയ്തിരുന്നു. അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ദൂരദർശൻ ഇത് സംപ്രേഷണം ചെയ്യാൻ വേണ്ടിയിട്ട് അനുമതിക്കായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അനുമതി നിഷേധിച്ചിരിക്കുന്നത്.